ഹലോ മൈ ചങ്സ്, ഹാവ് യു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആണ്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് ജലത്തിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്താണ് ഈ ഓക്സീകരണാവസ്ഥ എന്നുള്ള ഒരു ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ നിങ്ങൾക്ക് തരാം. അതായത് നമ്മളിപ്പോൾ H2O എന്ന് പറഞ്ഞത് ഒരു സംയുക്തമാണല്ലോ, അതുപോലെ തന്നെ H2O2 എന്ന് പറയുന്നതും ഒരു കോമ്പൗണ്ട് ആണ്. അപ്പം ഇങ്ങനെ തമ്മിലുള്ള അതിനെ H2നെ നമ്മൾ അയോൺസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു, Oനെ നമ്മൾ അയോൺസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഓരോ ആറ്റത്തിലെയും അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളെയും നമ്മൾ അയോൺസ് ആയിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിന് പറയപ്പെടുന്ന പേരാണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞത്, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത്. അപ്പൊ ചാർജാണ് ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജ്. നമ്മൾ അയോണിക് ചാർജ് എന്ന് പറയത്തില്ലേ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ആറ്റത്തിലെയും അതിൻ്റെ അയോണിക് ചാർജ്, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ H2O എടുക്കുവാണെങ്കിൽ H2O-ൻ്റെ, H2O2-നകത്താണെങ്കിൽ അതിന് ഇപ്പോൾ ഹൈഡ്രജൻ്റെയും അയോൺസ് അവിടെ ഉണ്ട്, ഓക്സിജൻ്റെയും അയോൺസ് ഉണ്ട്. അപ്പം ഹൈഡ്രജൻ്റെ അയോൺസും ഓക്സിജൻ്റെ അയോൺസും കൂടെ യോജിക്കുന്ന സമയത്താണ് ഏതുണ്ടാവുന്നത്, ജലമായാലും ഹൈഡ്രജൻ പെറോക്സൈഡ് ആയാലും എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ പഠിച്ചു വെക്കണം ഇതിൻ്റെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ഒരു മൂലകവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ H2O എന്ന് പറയുന്നതിനകത്തെ ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ജലം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. അപ്പം അതായത് ഹൈഡ്രജന്റെ വാല്യൂസും ഓക്സിജന്റെ വാല്യൂസും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 0. അതുപോലെ തന്നെ H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഇതും ചേരുമ്പോഴും ഓക്സിജന്റെ ഇതും കൂടെ ചേരുമ്പോൾ ആകെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എത്രയായിരിക്കണം, 0 ആയിരിക്കണം. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അപ്പം അതായത് നമ്മൾക്ക് ആ ഒരു സംയുക്തം എടുക്കുന്ന കേസിനകത്ത് അവിടുത്തെ ടോട്ടൽ നമ്പർ എത്ര ആയിരിക്കണം, 0 ആയിരിക്കണം. അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തേച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. അതായത് H2O എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 0 വരണം. H2O2 H2 + O2 = 0. ഫൈനൽ വാല്യൂ മസ്റ്റ് ബി 0 ആയിരിക്കണം. ആ കോമ്പൗണ്ടിനകത്തെ ടോട്ടൽ ഘടകമായിട്ടുള്ള മൂലകങ്ങളുടെ ആകെത്തുക എന്ന് പറഞ്ഞത് എപ്പോഴും 0 ആയിരിക്കണം. ഇപ്പം ഇവിടെ നമ്മൾക്ക് ജലം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവവും ഹൈഡ്രജൻ പെറോക്സൈഡുമാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ കാണാതെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത് +1 ആണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഓക്സിജന്റെ നോർമലി ഉള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത് -2 ആണ്. ഓക്സിജന്റെ നോർമൽ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പൊ ജലം എന്ന് പറയുന്ന ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നോർമൽ കേസിൽ -2 ആണ്. അതേസമയം പെറോക്സൈഡുകൾ, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള O2 എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് വരുന്ന സമയത്ത് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അതായത് ഓക്സിജന്റെ പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത് -1 ആണ്. നോർമൽ കേസിൽ എത്ര വരും, -2 വരും. അപ്പം അതിനനുസരിച്ച് നമ്മൾക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പം നമ്മൾക്ക് നോർമലി ഇത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത്. സോ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. H2O എന്ന് പറയുന്നതിനകത്ത് ഇപ്പം ഹൈഡ്രജൻ്റെ നമ്മൾ പറഞ്ഞു 1 ആണെന്ന് അല്ലേ. അപ്പം 1 × ഈ ആറ്റം കൂടെ ചേർക്കുക, ഇവിടെയാണ് +1. ഓക്സിജൻ്റെ എത്രയാണ്, നോർമൽ കേസിനകത്ത് -2. അപ്പം ഇത് കിട്ടുമ്പം 0 കിട്ടുന്നുണ്ടല്ലോ. +2 and -2 = 0. ആൻഡ് H2O2 എന്ന് പറയുന്ന കേസിൽ നമ്മൾക്ക് പെറോക്സൈഡുകളിൽ ഓക്സിജന് നമ്മൾ എത്ര എടുക്കാവൂ, -1 മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് +1 ആണ് വരുന്നത്. സോ ഇവിടെ 2 × +1 + 2 × -1 = 0. മനസ്സിലായോ? അപ്പം ഇവിടെ എന്താണ്, 2
-2 = 0 എന്ന് വരും. അപ്പം ഈ H2ൻ്റെ അവിടുത്തെ ഈ ജലത്തിലെ ഓക്സിജൻ്റെ എത്ര വരുന്നുണ്ട്? -2 ആണ്. അപ്പം -2 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരണം? -1 വരണം പെറോക്സൈഡുകളിൽ. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ചോദിച്ചത്. സോ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. നോർമൽ കേസുകളിൽ എത്ര ആണ്? -2 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സംയുക്തങ്ങളിലെയും ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കേസിനകത്ത് -2ഉം സെക്കൻഡ് കേസിനകത്ത് -1ഉം ആണ് വന്നിരിക്കുന്നത്. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. -3 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ തുകയാണ്. ഹൈഡ്രജന്റെ നോർമൽ കേസിനകത്തുള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞത് +1 ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നോർമൽ കേസിൽ -2 ആണ്. ഇപ്പൊ H2O എന്ന് പറയുന്ന കേസിനകത്ത് ഇവിടെ ഹൈഡ്രജന് നമ്മൾ എന്ത് കൊടുക്കും? +1 കൊടുക്കും. ഓക്സിജൻ എന്ത് കൊടുക്കും? -2 കൊടുക്കും. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് +2 ആൻഡ് -2 അവിടെ 0 ആയി പോകും. സോ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എത്ര മാത്രം എന്ന് നമ്മൾ കണക്കാക്കിച്ചാൽ മതി. അത് -2 എന്ന് നമ്മൾ മാറ്റി വെച്ചു. ഇതിന്റെ കൂടെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കണം, H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് വരുന്ന കേസിനകത്ത് അവിടുത്തെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയേ വരത്തുള്ളൂ? -1 മാത്രമേ വരത്തുള്ളൂ. ഇവിടെ +1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് 2 + -2 എന്നിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെയും അത് സമീകരണം ശരിയാവുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ട്? ഓക്സിജന്റെ അതായത് പെറോക്സൈഡുകളിൽ വരുമ്പോൾ -1 ആണ് വരുന്നത്. ഈ -2 എന്തിന്റെ എഴുതിയിരിക്കുന്നത്? ജലത്തിനകത്ത് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതിന്റെ തുകയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി -3 ആണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പെയ്ഡ് കോഴ്സിനകത്ത്. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ, താങ്ക് യു.